ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുനാഫന്റെ റെസിപ്പിയും കൊണ്ടാണ്. ഇത് ശരിക്കും ഒരു അറേബ്യൻ സ്വീറ്റ് ആണ്. ഇത് ശരിക്കും നോമ്പ് തുറക്കുന്ന വിഭവങ്ങളിൽ പെട്ട ഒരു ഡിഷ് തന്നെയാണിത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ് കേട്ടോ. അപ്പോൾ ഈ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള കുനാഫ എങ്ങനെ റെഡിയാക്കുന്നത് നോക്കാം. ഇത് നമുക്കൊരു ഇഫ്താർ സ്പെഷ്യൽ ആയിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഈ നോമ്പിന് ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. നമുക്ക് ആദ്യം തന്നെ ഇതിലേക്കുള്ള ക്രീമാണ് റെഡിയാക്കി എടുക്കേണ്ടത്. അതിന് ഞാനൊരു 1/2 ലിറ്റർ പാല് വെച്ചിട്ടുണ്ട് ഒരു സോസ് പാനിൽ. നന്നായിട്ട് ഒന്ന് തിളപ്പിക്കുക. നമ്മുടെ പാല് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഒന്ന് വെള്ളത്തിൽ കലക്കി എടുത്തിട്ടുള്ളതാണ് ഒഴിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ പാലിൽ തന്നെ കലക്കിയാൽ മതി. അല്ലെങ്കിൽ ഇതുപോലെ വെള്ളത്തിൽ കലക്കി ഒഴിച്ചാൽ മതി. ഡയറക്റ്റ് ചേർക്കരുത്, അപ്പോൾ പിന്നെ കട്ട കെട്ടി പോവും. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പം നമ്മുടെ പാല് കുറുകിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ക്രീം ചീസാണ്, ഇത് ഉപ്പുള്ള ചീസാണ് കേട്ടോ, ഇത് ചേർക്കുന്നുണ്ട്. ഞാനൊരു 6 ക്യൂബ്സ് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ചീസ് ചേർത്താൽ മതി. അപ്പോൾ അത് കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് ചൂട് കിടന്ന് തന്നെ മെൽറ്റ് ആയിക്കോളും. അപ്പം നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. ഇപ്പം ഞാൻ കുനാഫഡോ എടുത്തിട്ടുണ്ട്. ഇവിടെ സൺബുലന്റെ കുനാഫഡോ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കിട്ടാത്തവരുണ്ടെങ്കിൽ വീട്ടിലുണ്ടാക്കുന്ന കുനാഫഡോന്റെ റെസിപ്പി ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. അപ്പം അത് നിങ്ങളൊന്ന് കാണുക. ഇത് കിട്ടുന്നവരാണെങ്കിൽ ഇതുപോലെ വാങ്ങിയിട്ട് ചെയ്താൽ മതി. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് ചെറുതായിട്ടൊന്ന് പൊടിച്ചു വെക്കാം. ഒന്നെങ്കിൽ ഇതുപോലെ കൈ കൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് പിച്ചി എടുത്താൽ മതി. സോഫ്റ്റ് ആയിട്ടുള്ള നൂലാണ് കേട്ടോ അത്. ഇല്ലെങ്കിൽ നമുക്കൊരു കത്രിക വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ളത് എങ്ങനെയെന്ന് വിചാരിച്ചാൽ അതുപോലെ ചെയ്താൽ മതി. അപ്പോൾ നമ്മളിവിടെ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു 1/2 മണിക്കൂർ മുമ്പെങ്കിലും നിങ്ങൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെക്കണം, തണുപ്പൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മളിവിടെ ബട്ടർ മെൽറ്റ് ചെയ്തതാണ്, അതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് കുഴച്ചെടുക്കാം. കുനാഫഡോന്റെ എല്ലാ ഭാഗത്തേക്കും ബട്ടർ ആകുന്ന രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ബട്ടർ ആവുന്ന രീതിയിൽ വേണം നമ്മൾ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് കുനാഫ ഏത് ഒരു ഇതിലാണോ നമ്മൾ ബേക്ക് ചെയ്യുന്നത് ആ ഒരു പാത്രത്തിലേക്ക് ഫസ്റ്റ് ലെയറായിട്ട് നമുക്ക് ഇതിൻ്റെ ഇടോതൊന്ന് പരത്തി വെക്കാം. ഫസ്റ്റ് ലെയർ നന്നായിട്ട് നമുക്ക് പരത്തിയിട്ട് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പാത്രത്തിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പാലും ചീസിന്റെ ആ ഒരു മിക്സ് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. ഇതിൽ നമ്മൾ
പഞ്ചസാരയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഇതിൽ ചീസിന്റെ ആ ഒരു കുറഞ്ഞ ഉപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മള് ഷുഗർ സിറപ്പ് ഇനി ലാസ്റ്റ് നമ്മൾ ഒഴിക്കും. അപ്പൊ ഈ ഒരു ഉപ്പും ആ മധുരം കൂടെ ബാലൻസ് ആയി വരും. ഈ ക്രീം വെച്ചിട്ട് നമുക്ക് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്യാം. ഇതിന്റെ സൈഡിലേക്കൊക്കെ ആവുന്ന രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിന്റെ മുകൾക്ക് നമുക്ക് ബാക്കിയുള്ള കുനഫഡോവും കൂടെ ഇട്ടിട്ട് ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ആകുന്ന രീതിയിൽ വെച്ചിട്ടൊന്ന് കൈ കൊണ്ട് തന്നെ നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നൂലുകളാണ് കേട്ടോ അത്. അപ്പൊ നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കാൻ പറ്റാത്തവരോ അങ്ങനെ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ കുനാഫഡോ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ അത് കാണാതെ വെച്ചിട്ട് ഇതുപോലെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കുനാഫ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇനി ഇത് നമുക്കൊരു സ്പൂൺ വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്യാം. ഇതിന്റെ സൈഡിലൊക്കെ വൃത്തികേടായി നിൽക്കണമൊക്കെ ഒന്ന് നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കാം. നമ്മൾ ഓവനൊന്ന് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. അത് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു 180 ഡിഗ്രിയിൽ നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കാം. അപ്പൊ ഞാനൊരു 2 പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടും ഞാൻ ഒന്നിച്ച് തന്നെയാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഞാൻ ഓവൻക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കത് ഇതിലേക്കുള്ള ഷുഗർ സിറപ്പ് റെഡിയാക്കാം. ഞാൻ പ്രീഹീറ്റ് ചെയ്ത് വെച്ച ഓവനില് ഒരു 45 മിനിറ്റ് ആണ് കൊടുക്കുന്നത് കേട്ടോ. ഇതിലേക്ക് ഞാൻ 1 കപ്പ് പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. 1 കപ്പ് പഞ്ചസാരക്ക് 1 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് ചേർത്തിട്ടുള്ളത്. ലൂസായിട്ടുള്ള ഒരു ഷുഗർ സിറപ്പാണിത്. നമ്മൾ ഷുഗറൊക്കെ നല്ലോണം മെൽറ്റ് ആയിട്ടുണ്ട്. ഇതിലേക്കൊരു ചെറിയ പീസ് നാരങ്ങ ഞാനൊന്ന് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ തിക്കായിട്ടുള്ള സിറപ്പൊന്നല്ലത്, ലൂസായിട്ടുള്ള സിറപ്പാണ്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് തണുക്കാനായിട്ട് മാറ്റിയേക്കാം. അപ്പൊ നമ്മുടെ കുനാഫ ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. ഒരു 45 മിനിറ്റ് ആണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. കുനാഫന്റെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ നമുക്ക് ഈ സിറപ്പ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇപ്പൊ കുനാഫ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ ഈ ഷുഗർ സിറപ്പ് ഒഴിക്കുമ്പോൾ കുനാഫ നല്ല സോഫ്റ്റ് ആവും. അപ്പോൾ നമ്മുടെ കുനാഫ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പീസ് ആക്കിയിട്ടൊന്ന് സെർവ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇത് കഴിക്കാന്. അപ്പോൾ കുനാഫ ഇതുവരെ ഉണ്ടാക്കി കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ലൊരു ഇഫ്താർ സ്പെഷ്യലാണ് കേട്ടോ ഇത്. ഇത് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണിത്. എല്ലാവരും ഇഷ്ടപ്പെടും. കുട്ടികളും വലിയവരൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ നിങ്ങൾ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഓക്കേ, ബൈ.